പത്തനംതിട്ട ഓവല്ലൂർ എലോഷി വർഷിപ്പ് സെന്ററിൽ പ്രതിഷേധം. വിശ്വാസികളും ബി.ജെ.പി. പ്രവർത്തകരും തമ്മിലാണ് പ്രതിഷേധം. സ്ഥാപനത്തിന്റെ മറവിൽ കുട്ടികളെയും മുതിർന്ന അവരെയും പീഡിപ്പിക്കുന്നു എന്നാരോപിച്ചാണ് ഇപ്പോൾ പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. 2 കുട്ടികൾ പരാതിയുമായി രംഗത്ത് വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പാസ്റ്റർ വിനു വാഴമുട്ടത്തിന്റെ നേതൃത്വത്തിലാണ് സ്ഥാപനം നടക്കുന്നത്. രാവിലെ ആരാധനയ്ക്കെത്തിയ വിശ്വാസികളും ബി.ജെ.പി. പ്രവർത്തകരും തമ്മിലാണ് പരസ്പരം മുദ്രാവാക്യം മുഴക്കി ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഞങ്ങൾ നിയമം കയ്യിലെടുക്കുന്നില്ല. ഞങ്ങൾ ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുക. ശശിനാരായണൻ, എന്താണ് സംഭവിച്ചത്? ഇപ്പോഴും സംഘർഷമുണ്ടോ അവിടെ? രഞ്ജിത്തെ, പ്രധാനമായും ഓമല്ലൂർ പ്രവർത്തിക്കുന്ന പെന്തക്കോസ്ത് സഭയുടെ എലോഷി വർഷിപ്പ് സെന്ററിലാണ് ഇത്തരം ഒരു പ്രതിഷേധം നടക്കുന്നത്. പ്രധാനമായും ഈ വിനു വാഴമുട്ടം എന്ന പാസ്റ്ററാണ് ഈ സെന്റർ നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർക്ക് കുട്ടികളെയൊക്കെ അന്തേവാസികളെ പാർപ്പിക്കുന്ന സെന്ററുമുണ്ട്. അവിടെ 2 കുട്ടികൾ ശാരീരികമായി ഉപദ്രവേൽക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത അവസ്ഥയുണ്ടായിരുന്നു. അത്തരം കേസെടുക്കുകയും ചെയ്ത് അങ്ങനെ 3 പേരെ അറസ്റ്റ് ചെയ്യാൻ പോലും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കത്തില്ല എന്ന നിലപാടോടുകൂടിയാണ് ഓമല്ലൂരിലെ ബി.ജെ.പി. പ്രവർത്തകർ രാവിലെ ഈ പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസികളെ തടഞ്ഞെടുത്താലും വിശ്വാസികളും പ്രവർത്തകരും തമ്മിൽ വലിയ നേരം വെളിയിൽ ഉന്തും തള്ളും ഉണ്ടായി. സംഘർഷ സാധ്യതയുണ്ടായിരുന്നാലും പോലീസ് സമയോചിതമായി ഇടപെട്ടു. പിന്നീട് വിശ്വാസികൾ ഒരു കാരണവശാലും അകത്ത് കടത്തില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ബി.ജെ.പി. പ്രവർത്തകർ ഉണ്ടായിരുന്നത്. പിന്നീട് വിശ്വാസികളും പോലീസും ഒപ്പം ബി.ജെ.പി. പ്രവർത്തകർ ചർച്ച നടത്തിയതിനു ശേഷം വിശ്വാസികൾ ഇപ്പോൾ വീണ്ടും ഈ സെന്ററിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധവുമായി ബി.ജെ.പി. പ്രവർത്തകർ ഇപ്പോൾ തന്നെ പുറത്തു നിൽക്കുകയാണ്. വലിയ സംഘർഷ സാധ്യത. ഒരു മണിക്കൂറോളം റോഡ് ഉപരോധിക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾക്കിടയിലാണ് ഇപ്പോൾ സമാധാനത്തിൽ ഒരു ചെറിയ രീതിയിൽ നേരിയ തോതിൽ സംഘർഷത്തിന് അയവ് വന്നിട്ടുള്ളത്. എങ്കിലും ബി.ജെ.പി. പ്രവർത്തകർ ഇപ്പോഴും ഈ ഹാളിന് പുറത്ത്, അതായത് റോഡിൽ നിൽക്കുകയാണ്. വിശ്വാസികൾ അകത്ത് കയറി പ്രതിഷേധിക്കുന്ന സാഹചര്യം, പ്രാർത്ഥന കയറിയ സാഹചര്യം ഉണ്ട്. എന്തായാലും റോഡിൽ ഉപരോധിക്കുന്ന രീതിയിലാണ് വിശ്വാസികൾ ഉള്ളത്. അതുപോലെ തന്നെ കുറച്ച് വിശ്വാസികളും ബി.ജെ.പി. പ്രവർത്തകരും ഇപ്പോൾ പുറത്തു നിൽക്കുന്നുമുണ്ട്. രാജ്യത്തെ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകാം. പത്തനംതിട്ട ഓമല്ലൂരിലാണ് സംഘർഷം. ബി.ജെ.പി. പ്രവർത്തകരും പാസ്റ്ററിന്റെ, അവിടെ വർഷിപ്പ് സെന്റർ നടത്തുന്ന ഒരു പാസ്റ്ററിന്റെ അനുയായികളും തമ്മിലാണ് സംഘർഷം. ഈ പാസ്റ്ററിനെതിരെ 2 കുട്ടികൾ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. അത് ചോദ്യം ചെയ്യുകയാണ് ബി.ജെ.പി. പ്രവർത്തകർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.